പണി ഇത്രയായി. ആഹാ, ഇത്രയും വീതിയിലുള്ള റോഡ് പണിയാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം വന്നത് ചെറിയ റോഡാണ്. അങ്ങനെ നമ്മളിപ്പം ചൂരൽമല ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ റോഡ് ഇപ്പോൾ കുറച്ച് മോശമാണെങ്കിലും അടിപൊളിയായിട്ടാണ് റോഡ് പണി പുരോഗമിക്കുന്നത് കേട്ടോ. ഉടനെ തന്നെ ഇവിടെ അടിപൊളി റോഡാകും വേണ്ട. ഇവിടെ ഓടയുടെയൊക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഊരാലുങ്കൽ സൊസൈറ്റിയാണ്, സർവീസ് സൊസൈറ്റിയാണ് ഇവിടെ നിർമ്മാണ കമ്പനി, കരാർ കമ്പനി. നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്റ്റേറ്റ് ഹൈവേ 59 ആയിരിക്കും. മുമ്പേ സ്റ്റേറ്റ് ഹൈവേ ആയിരുന്നു. എന്തായാലും ഇപ്പോൾ അത് സ്റ്റേറ്റ് ഹൈവേ ആണ്. അവിടെ ബോർഡ് കണ്ട് 59 ആണ്. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള റോഡ് നിർമ്മാണമായിരിക്കും സ്റ്റേറ്റ് ഹൈവേയുടെയൊക്കെ. നമ്മുടെ നാട്ടിൽ ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള റോഡ് നിർമ്മാണമാണ് പലയിടത്തും. കണ്ടോ, ഇവിടെ കുറച്ചും കൂടെ വീതിയാക്കിയിട്ടാണ് ഇപ്പോൾ റോഡ് നിർമ്മിക്കുന്നത്. നിലവിലുള്ള റോഡിനേക്കാളും കുറച്ചും കൂടി ഉയർന്ന് ആയിട്ടായിരിക്കും പുതിയ റോഡ് വരുന്നത്. അതിൻ്റെ ഭാഗമായി ഓടയുടെ ഒക്കെ നിർമ്മാണം പലയിടത്തും പൂർത്തിയായിട്ടുണ്ട്. തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് തേയിലത്തോട്ടം കാണാം, ഇങ്ങോട്ട് നോക്കിയാൽ റോഡ് പണി കാണാം. കേട്ടോ, ഇത്രയും വീതി. ഓ പൊളി. ഇങ്ങോട്ടൊക്കെ ടൂറിസം ഡെവലപ്പ് ചെയ്ത് വരുവാണ്. ഒരുപാട് പുതിയ കടകൾ ഇവിടെ നിർമ്മാണം നടക്കുന്നതാണ് കേട്ടോ. ആ റോഡ് പണി ഇത്രയായി. ആഹാ, ഇത്രയും വീതിയിലുള്ള റോഡ് പണിയാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം വന്നത് ചെറിയ റോഡാണ്. ആ റോഡ് മൊത്തം നശിച്ച് കിടക്കാണ്. ഇപ്പം പണി നടക്കുമല്ലേ. പണി ഇങ്ങനെ അടിപൊളിയായിട്ട് വേഗത്തിൽ നടക്കുവാണ് കേട്ടോ. രാവിലെ എല്ലാം കൊണ്ടിട്ട് ഉറപ്പിക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഗ്രാവലിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും കേട്ടോ. അടിപൊളി. നോക്കേ ആ തേയിലത്തോട്ടം. ഈ ഭാഗത്ത് ഈ റോഡ് വരപ്പോഴേ, പുതിയ റോഡ് വരയും കൂടെ ഇട്ട് കഴിയുമ്പോൾ അടിപൊളി ലുക്കാകും കേട്ടോ. മൂന്നാറിലെ ഗ്യാപ്പ് റോഡൊക്കെ തോറ്റു പോകും മക്കളെ. കാരണം മനോഹരമായ ഒരു ഇതാവും കേട്ടോ. ടൂറിസ്റ്റ് സ്പോട്ടായി മാറി ഈ റോഡും കൂടെ വരുമ്പോൾ ഇവിടെ അടിപൊളി. ഇപ്പം മൂന്നാറിലെ ആ ഗ്യാപ്പ് റോഡ്, ആ റോഡ് ആയതിന് ശേഷമാണ് കൂടുതൽ ഭംഗി. അതുപോലെ ഇതും അതേപോലെ ആവും കേട്ടോ. കുറച്ചും കൂടി വീതി, മുമ്പ് ഇത്ര വീതി ഇല്ലായിരുന്നോ അല്ലേ ഈ ഭാഗത്ത്. അടിപൊളി തേയിലത്തോട്ടം. വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ, എങ്കിലും ചൂടില്ല. അങ്ങനെ അടിപൊളി നല്ല വീതിക്ക് റോഡ് പണി ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഇവിടെ കുറേ ഇതേപോലെ തന്നെ ഫ്ലെക്സ് ബോർഡ് കാണാം. ബോച്ചയുടെ ഷാപ്പിലെ കറി, ബോച്ചയുടെ പാനീയോ. അതെന്നാച്ച സാധനം ബോച്ചയുടെ പാനീയം? ബോച്ച ടീ ആണോ, ബോച്ചയുടെ ടീ ആണോ ബോച്ചയുടെ പാനീയം എന്ന് പറഞ്ഞാൽ? അത് വേറെ വല്ലതാണോ? ബോച്ചയെ വിശ്വസിക്കാമോ? എന്നാച്ച സാധനം? മക്കളെ, ഇതെന്നാച്ച, ഇത് എന്താണ് കാണുന്നത്? നമ്മളിപ്പോൾ ചൂരൽമലയിലേക്ക് പോകുന്ന അവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായ സ്ഥലമല്ലേ, ആ ഭാഗത്തേക്കുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും റോഡ് അവിടെയൊക്കെ അതൊക്കെ എന്താണ്? ബബിൾസ് റൂമോ? അതാണോ ബോച്ചയുടെ റിസോർട്ടൊക്കെ? റോഡ് പണി കേട്ടാ കിടുക്കാച്ചയായിട്ട് നടക്കുകയാണ്, ഒന്നും പറയല്ല. വെടിക്കെട്ട് റോഡ്. ഗ്രാവലൊക്കെ ഇട്ട് പലയിടത്തും. ഇനി കുറച്ച് ഭാഗത്ത് മാത്രമേ ഇനി ഗ്രാവലിടാം. പറഞ്ഞിരുന്നപ്പോൾ ഗ്രാവലിടാൻ ബാക്കിയുള്ള ഭാഗം വന്നു.
എന്തായാലും കുറേ ദൂരത്തേക്ക് ഗ്രാവലിട്ട് തീർന്നു. ഇനി ഇവിടെ കുറച്ച് വീതി. ഓ കേട്ടോ, ഇത്രയും ചെറിയ റോഡായിരുന്നു കേട്ടോ. കണ്ടോ, ആ റോഡാണ് അത്രയും വീതിക്ക് ഇപ്പം പണിയുന്നത്. ഇവിടെ എന്തായാലും ഈ പാലം വീതിയുള്ള പാലമാണ്. പക്ഷെ ഇപ്പം വരുന്ന റോഡിൻ്റെ അത്രയും വീതിയില്ല. അതുകൊണ്ട് ഇവിടെ ഈ പാലം വീതി കൂട്ടാനുള്ള സാധ്യത കുറവാണ്. കേട്ടോ, ഇവിടെയൊക്കെ ഇനി കുന്നൊക്കെ ഇടിക്കാനുണ്ട്. ഒരു പക്ഷേ സ്ഥലം ഏറ്റെടുത്ത ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവിടെ എത്ര ഭാഗം ഇങ്ങനെ കിടക്കുന്നത്. എന്നാലും ഇത് കഴിഞ്ഞുള്ള ഭാഗം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ, ഗ്ലാസ് ബ്രിഡ്ജ്. ഓ, അപ്പം ഇതൊക്കെയാണല്ലേ ആ സ്ഥലം. ഫ്ലൈ 900 മീറ്റർ, ഹയസ്റ്റ്. ഓ, അടിപൊളി കേട്ടാ. ഇവിടെ നല്ല ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലങ്ങളാണല്ലോ. സിപ്പ് ലൈനൊക്കെ ഉണ്ടേ, നല്ല നീണ്ട സിപ്പ് ലൈൻ. വയനാട് അഡ്വഞ്ചർ സിപ്പ് ലൈനാണ്. ഇതിവിടെ പുതിയതായിട്ട് കാർ ചെയ്തതാണ്. അല്ല, പഴയ കാറിങ്ങല്ലേ, ഇത് പുതിയതായിട്ട് കാർ ചെയ്തതാണ്. ഫ്രണ്ട്സ്, ഈ ഭാഗത്തൊക്കെ പുതിയതായിട്ട് കാർ ചെയ്തു. പുതിയ വസ്തു ഒന്നും ഇടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇത് മുമ്പേ താർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ താറിങ് പൂർത്തിയാക്കും. ഇതിൻ്റെ മേളിൽ ഒരു ലെയറും കൂടെ വരാനുള്ള സാധ്യത ഉണ്ട്. കേട്ടോ, ഇവിടെ പുതിയ കലങ്ങൊക്കെ പണിഞ്ഞു. ഇനി അതിൻ്റെ മേളിൽ ഇനിയും താറിങ് വരുന്നതായിരിക്കും. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജാണ്, മേപ്പാടി, വയനാട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വീതിയുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ റോഡ് നിർമ്മാണം കഴിഞ്ഞാണ്. പക്ഷെ ഓടയുടെ നിർമ്മാണമൊന്നും ഇവിടെ കാണുന്നില്ല. ടാറിങ് ഇപ്പം കുറച്ച് നാളായിട്ടേ ഉള്ളതാണ് കംപ്ലീറ്റ് ചെയ്തിട്ട്. ഇതിൻ്റെ മേളിൽ മുമ്പ് പറഞ്ഞല്ലോ ഫൈനൽ ലെയർ വരും. അത് മറ്റേടത്തും കൂടി റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. ബോച്ചയുടെ ഭോജനം അതിൻ്റെ പാനീയം, ഷാപ്പിലെ കറിയും ബോച്ചയുടെ പാനീയം. അതിൻ്റെ എൻട്രി എവിടെയാണ് കേട്ടോ. 1000 ഏക്കർ. ബോച്ച 1000 ഏക്കർ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വീണ്ടും ഇങ്ങനെ പുതിയ പഴയ റോഡ് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ റോഡ് പണി ബാക്കിയുണ്ട്. ഓടയുടെ നിർമ്മാണം ഇവിടെ പൂർത്തിയായിട്ട് കാണാം. ഇവിടെ കുറച്ചും കൂടി വസ്തു ഏറ്റെടുത്തായിരിക്കും വീതി കൂട്ടുകയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഓൾറെഡി മുമ്പേ വീതി ഉള്ളെടുത്ത് അവർ താറിങ് ഫസ്റ്റ് ലെയർ താറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കേ, ഈ ഇവിടെ കുറച്ചും കൂടി നിരന്ന ഭാഗമാണ് അല്ലേ. നിരന്ന ഭാഗത്താണ് ഈ തേയിലത്തോട്ടമുള്ളത്. ഇവിടെ ഒരു കലങ്ങിൻ്റെ പണി നടക്കുകയാണ്. ഈ പാലം കഴിഞ്ഞും റോഡ് പണി വിശാലമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ എന്തോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണ്, എന്തോ ക്ലൈംബിംഗ് ആണ് കേട്ടോ. പിടിച്ച് കയറുന്ന. ഓ, ബോച്ചയുടെ അവിടെ വന്ന വാഹനങ്ങളാണ് കേട്ടോ ഇത് ഇത്രയും. റോഡ് പണി വിശാലമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ
കുറച്ചും കൂടി ഇടിച്ച് വീതി കൂട്ടിയത് നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിറച്ച് ജീപ്പുകൾ. 7 കിലോമീറ്റർ ഓഫ് റോഡിൽ കൂടിയാണ് 7 കിലോമീറ്റർ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജീപ്പായിരിക്കും കേട്ടോ. ഇതുവഴിയായിരിക്കും കയറി പോകേണ്ടത്. ബൈക്ക് കയറ്റി വിടൂലേ? ബൈക്ക് മിക്കവാറും കയറ്റി വിടൂല. ഇത്രയും ജീപ്പുകൾ ഓട്ടം പ്രതീക്ഷിക്കുക. പക്ഷെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ റോഡ് നിർമ്മാണം പൂർത്തിയായി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇനി ഫൈനൽ ലെയർ ഇറങ്ങി വേണ്ടി വരാനുണ്ട്. ഇവിടെ കുറച്ച് റോഡ് കൂടി ബാക്കിയുണ്ട്. ഇവിടെ റോഡ് പണി നടക്കുകയാണ്. അടിപൊളി തേയിലത്തോട്ടം. ഇവിടെയൊക്കെ ഈ ഭാഗം കുന്ന് ഇടിച്ച് അരിഞ്ഞിറക്കിയിട്ടുണ്ട്. ഇത് മഴയത്ത് ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഇടിഞ്ഞ് വീഴും. അങ്ങനെയാണ് ഇടിഞ്ഞ് അരിഞ്ഞ് നിർത്തിയേക്കുന്നത്. ഇത് മരമൊക്കെ അടുത്ത കാറ്റടിക്കാൻ വീഴാൻ സാധ്യതയില്ലേ? മൊത്തം വേര് വെളിയിരിക്കുന്നു. മരം മുറിക്കാനൊക്കെ പെർമിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതേപോലെ കെട്ടിയാൽ കൊള്ളാം. അതേപോലെ കെട്ടുന്നുണ്ട് കേട്ടോ. കെട്ടുന്നുണ്ട്. കുഴപ്പമില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വീണ്ടും താറങ്ങി പൂർത്തിയായിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ ഇനി ഫൈനൽ ലെയർ താറങ്ങി വരും. അടിപൊളി. ഇവിടെ റോഡ് നല്ല രീതിയിൽ ഉയർന്നു വരും കേട്ടോ. നല്ല രീതിയിൽ അതിരൊക്കെ കെട്ടി ഉയർത്തുന്നുണ്ട് ഈ ഭാഗത്ത്. റോഡ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള നിർമ്മാണം നടക്കുകയാണ്. ഇവിടെ അടുത്തൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. ചെറിയ കുറച്ച് ദൂരത്തേക്കുള്ള സിപ്പ് ലൈനാണ്. ഇഷ്ടംപോലെ അഡ്വഞ്ചർ ഇതേപോലുള്ള ആക്ടിവിറ്റീസ് ഈ ഏരിയയിലുണ്ട് കേട്ടോ. അതിനുള്ള ടൂറിസ്റ്റുകളും ഇങ്ങോട്ട് വരുന്നുണ്ട്. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റോപ്പ്, പുത്തുമല, പച്ചക്കാട് ആ ഭാഗത്തെ കാഴ്ചകളാണ്. ഇവിടെയൊക്കെ ഇനി കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ അടിപൊളി റോഡ് വരും. റോഡ് ഇങ്ങനെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂചിപ്പാറ, ഇത് 2 കിലോമീറ്ററാണ് സൂചിപ്പാറ. അടിപൊളി വേഗത്തിൽ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഓട നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ട് കാണാൻ പറ്റും.
വാവ് അടിപൊളി. റോഡ് വരുമ്പോൾ ഇവിടുത്തെ ഭംഗി ഇരട്ടിയാവും കേട്ടോ, ഇപ്പോൾ ഉള്ളതിനേക്കാളും. ഇത്ര രീതിയിൽ റോഡ് വന്ന് വരയൊക്കെ ഇട്ടുമ്പോൾ ഇവിടുത്തെ ഭംഗി ഇരട്ടിയാവും. ഇപ്പം നിലവിലുള്ള റോഡ് വളരെ ചെറിയ റോഡാണ്, വളരെ ചെറിയ ഇച്ചിരിയുള്ളൂ. ഇപ്പോൾ വരുന്ന റോഡ് വിശാലമായിട്ട് റോഡാണ്.